ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ അനുവമ്പി വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ റൂം നന്നായിട്ട് മെസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ക്ലീനിങ് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പം നല്ലോണം എൻ്റെ റൂം മെസ്സായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ എൻ്റെ റൂമിൻ്റെ കോലം. നല്ലോണം മെസ്സായിട്ടുണ്ട്, ആടി ഇടി എല്ലാം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ടേബിളാട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ബാഗും മറ്റേ കുറേ കാര്യങ്ങളെല്ലാം അങ്ങോട്ടേക്ക് നീക്കി വെച്ചു. പിന്നെ ബുക്കൊക്കെ അടക്കി വെക്കായിരുന്നു കേട്ടോ ചെയ്തത്. കുറേ ബുക്സ് ഉണ്ടായിരുന്നു, എഴുതാനും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഇതും, അതുകൊണ്ടെല്ലാം ഞാൻ അടുക്കി ഒതുക്കി വെച്ചിട്ട് ബാക്കി വേണ്ടാത്ത പേപ്പേഴ്സ് എല്ലാം കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതെടുത്തിട്ട് കട്ടുമേലേക്ക് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇസ്തിരിപ്പെട്ടി മടക്കിയിട്ട് സൈഡിലേക്ക് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ ആ ടേബിളിൽ ആ ഒരു ടേബിളിലാണ് നമ്മൾ ഇസ്തിരി ഇടല് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതന്നെ വെച്ചു, അതന്നെ വിരിക്കുമായിരുന്നു. എന്നിട്ട് സൈഡിലേക്ക് നീക്കിയിടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് കട്ടുമ്മലാട്ടോ ചെയ്യുന്നത്. അവിടെ കുറേ തുണികൾ മടക്കാൻ, 2-3 തുണികൾ മടക്കാനും മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻ പോയതിൻ്റെ ബാഗായിരുന്നു കേട്ടോ അത് അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്സ് എല്ലാം അടുക്കി ഒതുക്കി എന്നിട്ട് മാറ്റി വെച്ചു. കട്ടുമ്മേലും കുറേ ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് എടുത്ത് വെച്ചത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നെക്സ്റ്റ് പിന്നെ ആ ഒരു പാത്രത്തിൽ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. വേണ്ടാത്തതും വേണ്ടുന്നതായ അതെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വൃത്തിയാക്കിയതാണ്. എൻ്റെ കുറച്ച് സാധനങ്ങൾ ആ കൊട്ടയിൽ പെട്ടിട്ടുണ്ട്. ഇത് എൻ്റെ കൊട്ടയല്ല കേട്ടോ, അമ്മയുടെ കൊട്ടയാണ്, അമ്മ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് കുറേ സാമഗ്രികളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കളഞ്ഞു. വേണ്ടുന്നതെല്ലാം എടുത്ത് വെച്ചിട്ട് അത് മാറ്റി തരംതിരിക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ മാറ്റി പിന്നെ ബുക്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഞാനിപ്പോൾ ചെരുപ്പിട്ടതാണ് കേട്ടോ, വീട്ടിൽ നിന്ന് ചെരുപ്പിടുന്നുണ്ട്. എന്നിട്ട് ഇതാ അലമാരയിലും കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്തിട്ട് കട്ടുമേലേക്ക് ഇടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ കുറേ തുണിയൊന്നുമില്ല, ഞാൻ ഇടയ്ക്കൊക്കെ അലമാര ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുറവാണ്. അപ്പോൾ കുറച്ച് ഉള്ളൂ യൂണിഫോമും കാര്യങ്ങളും, പിന്നെ ട്യൂഷൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ വേറെ തുണികളൊന്നും അങ്ങനെ മടക്കി വെക്കാണ്ടൊന്നും ഇരിക്കാറില്ല, എപ്പോഴും കാണുമ്പോൾ ഒക്കെ മടക്കി വയ്ക്കും. പിന്നെ നെക്സ്റ്റ് ഇതാ ബുക്ക് ഉള്ളത് ഞാൻ അലമാരയിലേക്കാട്ടോ. സ്റ്റഡി ടേബിൾ ഇല്ലാത്തതുകൊണ്ട് ഷെൽഫ്സും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അലമാരീൻ്റെ ഉള്ളിലാണ് ഞാൻ വെക്കാറ് എൻ്റെ എല്ലാ സാമഗ്രികളും. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാഗൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്, ട്യൂഷൻ ബാഗ് എടുത്ത് പുറത്തിട്ടു പിന്നെയും. എന്നിട്ട് പിന്നെ ഇതാ യൂണിഫോം ഓരോന്നായിട്ടും മടക്കുന്നുണ്ട്. 2-3 യൂണിഫോം എൻ്റെ കഴിഞ്ഞ 8th യൂണിഫോമാണ്. അതിൽ ചിലത് എനിക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ ഞാൻ ഇഷ്ടമുള്ള ഒരു 2-3 ഇതേ ഇടുന്നുള്ളൂ, 2 ജോഡി ഇടാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇത് മാറ്റി വെച്ചത്. പിന്നെ ഗേറ്റ്സിൻ്റെ യൂണിഫോം ഉണ്ട്, അതും പിന്നെ ബുധനാഴ്ച മാത്രമേ വേണ്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ കേട്ടോ വയ്ക്കാറ്. ആവശ്യമുള്ളത് മാത്രമേ മേലെ വയ്ക്കാറുള്ളൂ. അതങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. മറ്റേത് ട്യൂഷൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. അതും ഞാൻ ശരിക്കും മറ്റേ നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഇടുന്നതിൽ തന്നെയാണ് വെക്കാറ്. ഞാൻ കുറവാണ് അതൊക്കെ എടുത്ത് പുറത്ത് പോകുമ്പോൾ ഇടുന്നത്, പക്ഷേ ഇത് ട്യൂഷൻ പോകുമ്പോൾ ഇടുന്നതാണ് കേട്ടോ ഇതെല്ലാം. അതങ്ങനെ മടക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം മടക്കി വെക്കുകയാണ്. ഈ ബ്ലാക്കൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അതൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ട്യൂഷൻ ഇടാമെന്ന് വെച്ചു. ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. മഴക്കാലത്തൊക്കെ അതായിരുന്നു ഇടാറ് ഞാൻ, പുറത്തിങ്ങനെ ആശുപത്രിയിലെല്ലാം പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വെച്ചതാണ്, അതൊക്കെ ഉണങ്ങാണ്ട് മേലെ ഇട്ടേക്കാണ്. പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് ബോക്സ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് എൻ്റെ വീഡിയോ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഷെൽഫിലാണ്. പിന്നെ ഇതൊക്കെ കിഡ്സിൻ്റെ കുറേ സാമഗ്രികളാണ്, ബെൽറ്റും പിന്നെ റിബണും അങ്ങനെ കെട്ടുന്ന കുറച്ച് കാര്യങ്ങൾ.
അതെല്ലാം ഞാനൊരു ബോക്സിലാക്കിയിട്ടൊക്കെ കേട്ടോ. അതിൻ്റെ ഗൂഗിളെല്ലാം കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനത് മാത്രം ഒരു ബോക്സിലാക്കിയിട്ട് വയ്ക്കുക. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷെൽഫിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. ആ 2 ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ കുറച്ച് അത്തർ, പിന്നെ വേറെ ഒരു നെയിൽ പോളിഷൊക്കെ ഉണ്ടായിരുന്നു ബെഡിൽ. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. പിന്നെ ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് സൈഡിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത് ബെഡ് ക്ലീൻ ആക്കാമെന്നാണ് കേട്ടോ, വിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ബെഡിൽ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് വിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് മാറ്റിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതന്നെ വിരിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഞാനിത് വിരിക്കാൻ വേണ്ടി പോക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കളർ ബെഡ്ഷീറ്റ്, ഇത് കോട്ടൻ്റെയാണ് കേട്ടോ. മഴക്കാലത്ത് കോട്ടനാണ് ഞാൻ മാറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ വിരിക്കുന്നത് കേട്ടോ. പിന്നെ ബർത്ത്ഡേ വ്ളോഗൊക്കെ ഇനി ഞാൻ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ ജൂലൈ 20-നാണ്. അപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ശനിയാഴ്ച വരുന്നത്, മുഹറം ആയതുകൊണ്ട് ചിലപ്പോൾ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ആ ടൈം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമോ അറിയില്ല. പക്ഷേ ഞാൻ ഇടാൻ ശ്രമിക്കാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡ്രസ്സൊക്കെ അടിച്ച് കിട്ടിയിട്ട് ഡ്രസ്സൊക്കെ അടിച്ച് ഞാൻ വാങ്ങി. ഒരു സിമ്പിൾ ഡ്രസ്സാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയുള്ളതും മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നുമല്ല അടുപ്പിച്ചിരുന്നിട്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഡ്രസ്സും കേക്ക്സും എല്ലാം കാണിച്ചു തരുന്നൊരു വ്ളോഗ് എടുക്കണമെന്ന് എനിക്കുണ്ട്. കേക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചോക്ലേറ്റ് തീമിലുള്ളൊരു കേക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് കേക്കാന്നൊക്കെ അപ്പം നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ വ്ളോഗ് എടുക്കണമെന്നൊക്കെ ഉണ്ട്, പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗ് എടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എൻ്റെ റൂമിലുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്താണ് വൃത്തി എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് അലമാരയിൽ വെച്ചിട്ടുള്ള വൃത്തിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് പിന്നെ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ റൂമുള്ളത്. നല്ല ക്ലീനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ.